സ്പിരിറ്റ് ഓഫ് കേരള 2024 യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് സ്പിരിറ്റ് ഓഫ് കേരള ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ കലാരംഗത്ത് എത്തിച്ചേർന്നിരിക്കുന്ന വ്യക്തി ഗോപകുമാർ അമ്പലപ്പുഴ. അദ്ദേഹം നാടകകൃത്താണ്, അതുപോലെ തന്നെ കഥാകൃത്താണ്, അതിനേക്കാളുപരി സംവിധായകനാണ്, നടനാണ്, ലോക്കോ പൈലറ്റാണ് റെയിൽവേയിലെ. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഈ ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബിലേക്ക് അങ്ങേ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. എന്തായാലും നല്ലൊരു ലോക്കോ പൈലറ്റായിട്ട് ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നു. കലാരംഗത്തുണ്ട്. കലാരംഗത്ത് നാടകം, സീരിയൽ എന്നീ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമുണ്ട് അങ്ങയുടെ. സീരിയലില്ല. ഇല്ല, അല്ല, ഷോർട്ട് ഫിലിം. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിൽ ഒട്ടനവധി ഷോർട്ട് ഫിലിം നിർമ്മിക്കുകയും അത് സംവിധാനം ചെയ്യുകയും അതിലൂടെ അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അത് ഈ അവാർഡിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, എങ്ങനെയാണ് അങ്ങ് ഈ കലാരംഗത്തേക്ക് കടന്നു വരുന്നത്? കലാരംഗത്തേക്ക് കടന്നു വരുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഈ നാടകത്തോടും ഈ സിനിമയോടൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവർ എഴുതിയ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ നാടകം എഴുതി സംവിധാനം ചെയ്ത് സ്കൂളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്സിലൊക്കെ മികച്ച നാടകം ആയിട്ട് എൻ്റെ നാടകങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ സ്കൂൾ കാലഘട്ടത്തിന് ശേഷം സഹോദരിക്ക് വേണ്ടിയിട്ട് നാടകം എഴുതി. അവൾ VHSക്ക് പഠിക്കുമ്പോൾ ഒരു നാടകം ഞാൻ എഴുതി സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയന് വേണ്ടിയിട്ട് ഞാൻ എഴുതി സംവിധാനം ചെയ്ത നാടകം അവർ ജില്ലാതലം വരെ മത്സരിച്ചിട്ടുണ്ട് ആ നാടകം. പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ മീർക്കുന്നം അനിൽകുമാറിൻ്റെ ഒരു നാടകം, അനിൽ സംവിധാനം ചെയ്ത നാടകം ഞങ്ങൾ കോളേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കേരളോത്സവത്തിൽ ഞാനും 4 കൂട്ടുകാരും കൂടെ ഒരു നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വമ്പൻ പരാജയമായി പോയി. അതൊരു അവിടുത്തെ ഒരു വലിയ കോമഡി ആയിപ്പോയി ഞങ്ങളുടെ നാടകം. അങ്ങനെ ആ ഒരു പഠന കാലഘട്ടം മുതൽ എനിക്ക് നാടകത്തിനോടും സിനിമയോടൊക്കെ വലിയ ഒരു താല്പര്യമുണ്ട്. അതേപോലെ ഈ കഥകളൊക്കെ എഴുത്തൊക്കെ കുറവാണ്, പക്ഷേ മനസ്സിൽ ഇഷ്ടംപോലെ കഥകൾ നമ്മൾ നെയ്യാറുണ്ട്. കഥകൾ എഴുതാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ കഥകളിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് മറ്റുള്ള സുഹൃത്തുക്കളോട് പറയും. അതിലെഴുതാൻ കഴിയുന്നവരെ കൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിക്കാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഷോർട്ട് ഫിലിമുകളിൽ ആ തിരക്കഥയിൽ എൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭാവനകൾ വരുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അല്ല, ഇപ്പൊ ഈ 5ാം ക്ലാസ് എന്ന് പറയുന്നത് UP സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലത്താണ്. അതെ. അപ്പൊ അത് അന്ന് ഒരു നാടകം രചിച്ച് സംവിധാനം ചെയ്ത് കൂട്ടുകാരോടൊപ്പം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അതിനുള്ള ചേതോവികാരം എങ്ങനെയാണ് ഉണ്ടായത്? അറിയില്ല, അതൊന്നും എങ്ങനെയാണെന്നും എനിക്കറിയത്തില്ല. അത് എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ആ ഈ കലയോടുള്ള ഒരു താല്പര്യം അതായിരിക്കണം. അല്ലാതെ എനിക്ക് എങ്ങനെയാണ് ഞാൻ ഈ സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഈ രംഗത്തേക്ക് വന്നതെന്നും എനിക്കറിയില്ല. ഒരു മനോധൈര്യം ആരും നിർബന്ധിച്ചിട്ട് വന്നതല്ല. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ അങ്ങനെ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മമ്മയ്ക്കോ ഒന്നും അങ്ങനെ കലാപാരമ്പര്യമൊന്നും ഇല്ല, കുടുംബത്തിൽ ഇല്ല. അപ്പം എനിക്കെങ്ങനെ അത് വന്നു എന്ന് എനിക്കറിയില്ല. എങ്ങനെയോ ഒരു താല്പര്യം വന്നു. അതെങ്ങനെയോ ആരാലോ പ്രേരിപ്പിക്കപ്പെട്ട് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നു എന്നുള്ളതല്ലാണ്ട് എനിക്ക് പറയാൻ അറിയില്ല എങ്ങനെ ഞാൻ വന്നു, എത്തപ്പെട്ടത് എങ്ങനെയാണെന്നൊന്നും പറയാൻ അറിയില്ല എനിക്ക്. അല്ല, ഈ കല മനസ്സിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടാൻ സാധ്യമാകൂ. അപ്പൊ ആ കല മനസ്സിലുള്ളത് കൊണ്ട് ഒരു ധൈര്യം വെച്ച് നാടകം എഴുതി സംവിധാനം ചെയ്തു, അഭിനയിച്ചു. അതല്ലേ അതിന്റെ ശരി? അറിയാം. അതെ. അപ്പൊ അതിനുശേഷം UP സ്കൂളിൽ പഠിച്ച ശേഷം പിന്നെ സഹോദരിക്ക് വേണ്ടിയും സഹോദരന് വേണ്ടിയും
പിന്നെ അതിൻ്റെ ഉയർന്ന ക്ലാസ്സുകൾക്ക് വേണ്ടിയും അങ്ങ് നാടകരചനയും സംവിധാനവും നിർവഹിച്ചു. അത് ഏതൊക്കെ നാടകങ്ങളായിരുന്നു? അതിൻ്റെ പ്രൈസ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ അഭിനയിച്ച അല്ലെങ്കിൽ ഞാൻ ചെയ്ത നാടകത്തിനായിരുന്നു സ്കൂളിൽ, നമ്മുടെ അമ്പലപ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂൾ വെസ്റ്റ് അമ്പലപ്പുഴ സ്കൂളിൽ സമ്മാനം കിട്ടിയ ഞാൻ ചെയ്ത നാടകത്തിനായിരുന്നു. അതിനുശേഷം എൻ്റെ സഹോദരൻ കൊണ്ട് എഴുതിയ നാടകത്തിന് ജില്ലാതലത്തിൽ വരെ അവർ മത്സരിച്ചു. സബ് ജില്ലയിൽ പ്രൈസ് കിട്ടി, ജില്ലാതലത്തിൽ വരെ മത്സരിച്ചിരുന്നു. അങ്ങനെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൂൾ ജീവിതത്തിൽ തുടങ്ങിയ കലാപ്രവർത്തനമാണ് താങ്കളുടെ കലാജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവായത്. അതിനുശേഷം ഇപ്പോൾ ഒട്ടനവധി മത്സരങ്ങളിൽ താങ്കൾ എഴുതിയ നാടകം പോയി, പ്രൈസുകൾ കിട്ടി, അതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം പ്രൊഫഷണൽ കലാരംഗത്തേക്ക് കടക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ പ്രൊഫഷണൽ കലാരംഗം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണൽ നാടകമാണോ ഉദ്ദേശിച്ചത്? നാടകവും അതിലോട്ട് പിന്നീട് പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇല്ലില്ല. കാര്യം വെച്ചാൽ പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു മേഖലയാണ്. ഒരു പ്രൊഫഷണൽ നാടകത്തിലെങ്കിലും അഭിനയിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഞാനത് പലപ്പോഴും സരസപഞ്ചോടോട് തന്നെ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം റിട്ടയർ ആയതിനു ശേഷം ഒരു നാടകത്തിലെങ്കിലും എനിക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. കാര്യം ഞാൻ ഈ വിദ്യാഭ്യാസത്തിന് ശേഷം ഉടൻ തന്നെ എനിക്ക് ജോലി കിട്ടി. എൻ്റെ റെയിൽവേയിലെ ജോലി ഇവിടെ ഒരു പ്രത്യേക സാഹചര്യം വെച്ചുകൊണ്ട് തന്നെ ഈ പ്രൊഫഷണൽ നാടകരംഗമായിട്ടൊന്നും ബന്ധപ്പെടാനുള്ള ഒരു സമയം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ആ രംഗത്തേക്ക് പോകാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഈ റെയിൽവേയിൽ കയറിയതിനു ശേഷം നമ്മുടെ കലാപരിപാടികളെല്ലാം ഇങ്ങനെ മരവിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ കണ്ണേരി സുരേന്ദ്രൻ ചേട്ടൻ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പരിപാടിയായിട്ട് ഇങ്ങനെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെന്നും അത് ഞാൻ അഭിനയിക്കണമെന്ന്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് മുഖ്യ കഥാപാത്രം ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മുടെ തകഴി സന്തോഷ് ചേട്ടനാണ് സംവിധാനം ചെയ്തത്. അപ്പോൾ അത് വെയിൽമഴ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമായിരുന്നു. അങ്ങനെയാണ് വീണ്ടും ഞാൻ ഈ കലാരംഗത്തേക്ക് വീണ്ടും കടന്നു വരുന്നത്. അതിനുശേഷം ഞങ്ങൾ റെയിൽവേ സുഹൃത്തുക്കൾ ചേർന്ന് ഒരു റെയിൻബോ ഫിലിം ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ഫിലിം ക്ലബ്ബ് ഉണ്ടാക്കുകയും ആ ക്ലബിൻ്റെ പേരിലും പിന്നെ നമ്മുടെ പ്രിയ സുഹൃത്ത് കാർത്തികിൻ്റെ പുതുമ ക്രിയേഷൻസിന് വേണ്ടിയൊക്കെ ഞാൻ 6ഓളം ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തു. അതിൽ പലതിനും അവാർഡ് കിട്ടി, ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പിന്നെ വീണ്ടും ഈ ഒരു കലാരംഗത്തേക്ക് വീണ്ടും അപ്രതീക്ഷിതമായിട്ട് വീണ്ടും ഒരു തിരിച്ചുവരവ് ഉണ്ടായത്. തിരിച്ചുവരവുണ്ടായത് റെയിൽവേയിലെ കലാകാരന്മാരുടെ സഹകരണത്തോടു കൂടിയാണല്ലേ? അല്ല, തിരിച്ചുവരവുണ്ടായത് കണ്ണേരി സുരേന്ദ്രൻ ചേട്ടൻ കാരണമാണ്. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അദ്ദേഹത്തിനാണ്. കണ്ണേരി സുരേന്ദ്രൻ ചേട്ടൻ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കൊണ്ട് വരികയും അത് എന്നോടത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയും അങ്ങനെയാണ് വീണ്ടും ശരിക്കും പറഞ്ഞാൽ ഈ ഹ്രസ്വചിത്ര രംഗത്തേക്കുള്ള എൻ്റെ ഒരു എൻട്രി അങ്ങനെയാണ്. അതിനുശേഷമാണ് റെയിൽവേയിലെ സുഹൃത്തുക്കൾ ചേർന്ന് ഞങ്ങൾ സിനിമകൾ പിടിക്കാൻ തുടങ്ങിയത്. അല്ല, റെയിൽവേ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് ഒരു എന്താണ് ഷോർട്ട് ഫിലിം ക്ലബ്ബ് തന്നെ, അതെ അതാണ് സംഘടന തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, റെയിൻബോ ഫിലിം ക്ലബ്ബ്. അതെ, അപ്പൊ അവര് 5 or 6 പരം ഷോർട്ട് ഫിലിം ചെയ്തില്ലേ? ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാനും ചില ഷോർട്ട് ഫിലിം ഭാഗമായിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ ഇവരിലൂടെ ഇപ്പോ നമ്മൾ ആരെങ്കിലും, കാരണം നമ്മുടെ ഈ റെയിൽവേ ഗ്രൂപ്പിലൂടെ വന്ന ആരെങ്കിലും മറ്റ് സീരിയൽ രംഗത്തോ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, റെയിൽവേ ഗ്രൂപ്പില്ല. പക്ഷേ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് കാർത്തിക് എൻ കെ അമ്പലപ്പുഴ, അദ്ദേഹം ഗാനരചയിതാവാണ്, തിരക്കഥാകൃത്താണ്. അദ്ദേഹം സിനിമാ മേഖലകളിലേക്ക് എത്തപ്പെട്ടു. അദ്ദേഹം ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ തീം സോങ് എഴുതിയത് കാർത്തിക്കാണ്. ഇപ്പോൾ കൈരളി TV-യുടെ അവരുടെ കൈരളി ചാനലിൻ്റെ സോങ് കാർത്തിക് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ വന്നു തുടങ്ങും. പിന്നെ അദ്ദേഹം 1-2 സിനിമകൾക്ക് വേണ്ടി പാട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തിരക്കഥ എഴുതിയൊരു സിനിമ ഷൂട്ട് ഉടനെ മലവാഴി പെരുമാൾ എന്ന് പറഞ്ഞ ചിത്രം ഉടനെ ഷൂട്ട് ഉണ്ടാകും. അങ്ങനെ അദ്ദേഹം ഈ പറഞ്ഞ ഒരു ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട കാർത്തിക്. അതെ, അദ്ദേഹം ഒരുപാട് ഈ ആൽബങ്ങൾക്ക് വേണ്ടി ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആൽബം ഞാൻ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. സംവിധാനം ചെയ്യാൻ ഉടൻ തന്നെ അതുണ്ടാവും അല്ലേ? അപ്പോ അതിനുശേഷം പിന്നെ ഇത് കൂടാതെ ഇപ്പൊ സിനിമയ്ക്ക് അദ്ദേഹം കഥ എഴുതി അതാണ് ഞാൻ പറയാം, മലവാഴി പെരും. അതെ അതെ. പിന്നെ നമ്മുടെ ഈ റെയിൽവേയിലുള്ള പ്രിയ സുഹൃത്ത്, അദ്ദേഹം റിട്ടയർ ചെയ്തു, വർഗീസ് സാറ്, KAG വർഗീസ് സാറ്, തിരുവല്ല. അദ്ദേഹം ഇപ്പോൾ ഒരു മുഴുനീള സിനിമാ പ്രവർത്തകനായി മാറുകയാണ്. അദ്ദേഹം P. ചന്ദ്രകുമാർ സാറിൻ്റെ പുതിയ സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അദ്ദേഹം സ്വന്തമായിട്ടൊരു ഫിലിം യൂണിറ്റ് തുടങ്ങി, റെയിൻബോ ഫിലിം യൂണിറ്റ് എന്ന് പറയുന്ന ഫിലിം യൂണിറ്റ് തുടങ്ങി.
അപ്പോൾ അദ്ദേഹവും സിനിമയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഒത്തിരി പേരുണ്ട് നമ്മുടെ റെയിൽവേയിലെ ഈ കഴിവുള്ള ഒട്ടനവധി പേര് സിനിമയിലേക്ക് കടക്കാൻ കഴിവുള്ള ഒത്തിരി പേരുണ്ട്. വേണുഗോപാൽ അമ്പലപ്പുഴ, വേണുചേട്ടൻ്റെ സ്ക്രിപ്റ്റിലാണ് ഞാൻ പുതിയ ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്നത്, 1 ഗ്രാം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ സുന്ദരം സാറ്, ഇവരൊക്കെ അനൂപ് സുകുമാരന്, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഇവരൊക്കെ ഒത്തിരി ഉയരങ്ങളിലേക്ക് പോകാൻ കഴിവുള്ള കലാകാരന്മാരാണ്. അപ്പോൾ സാറേ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ റെയിൽവേ ജീവിതവും കലാരംഗവും കൂടെ എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധ്യമാകുന്നു? വല്ലാത്ത കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ലോക്കോ പൈലറ്റാണ്. നമുക്ക് ഈ പറഞ്ഞ ഈ എണ്ണിച്ചുട്ടെടുക്കുന്ന സമയമാണ് നമുക്ക് വീട്ടിൽ കിട്ടുന്നത്. അതായത് അറിയാമല്ലോ, ഇപ്പം ഒത്തിരി ചാനലുകളിലും പത്രങ്ങളിലൊക്കെ വാർത്തയായല്ലോ, ഞങ്ങൾ റെസ്റ്റിനെ കുറിച്ചൊക്കെ വാർത്തയായല്ലോ. അത് ഞങ്ങൾക്ക് ആഴ്ചയിൽ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 10 ദിവസം കൂടുമ്പോൾ വെറും 30 മണിക്കൂറാണ് ഞങ്ങൾക്ക് ഒരു റെസ്റ്റ് കിട്ടുന്നത്. അല്ലാതെ ഒരു വീക്കിലി റെസ്റ്റ് എന്ന് പറയുന്ന ഒരു മുഴുനീള വിശ്രമ ദിവസമൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. 2-3 ദിവസം കൂടുമ്പോഴത്തേക്ക് കിട്ടുന്ന 16 മണിക്കൂറാണ് ആകെ നമുക്ക് വീട്ടിലേക്ക്. അതിൽ തന്നെ യാത്ര കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തണം. അപ്പോൾ വീട്ടിൽ കിട്ടുന്ന സമയമൊക്കെ വളരെ കുറവാണ്. ഇതിനിടയിൽ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, എല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ സമയം കണ്ടെത്തിയാണ് ഈ കലാപ്രവർത്തനവും നമുക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും കൈമാറുന്നു. കരുതൽ നമ്മുടെ കുടുംബത്തിൻ്റെ സഹകരണം ഇല്ലെങ്കിൽ ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അപ്പം ഭാര്യയും കുട്ടികളൊക്കെ ഒത്തിരി സഹകരിക്കുന്നതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അല്ലെ, കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കണം അങ്ങോട്ട്. മൂത്ത മോള് കലാരംഗമായിട്ട് ബന്ധപ്പെട്ട് അതെ പ്രവർത്തനം അത് എന്തൊക്കെയാണ്? മൂത്ത മോള് എന്ന് പറഞ്ഞാൽ അവള് കാർട്ടൂണിന് സ്റ്റേറ്റ് ലെവലിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് കാർട്ടൂണിന്. അതേപോലെ തന്നെ അനിമേഷൻ മേക്കിങ്ങിന് ജില്ലാതലത്തിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്, അനിമേഷൻ ഫിലിമിന്. അവളിപ്പം പഠിക്കുന്നതും BA അനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്റ്റ് എന്ന് പറയുന്ന കോഴ്സാണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രകാരിയാണ്, കവിത എഴുതും, അവൾ കഥ എഴുതും. അത് ഇതിനോടൊക്കെ കലയോട് വളരെ താല്പര്യമുള്ള കുട്ടിയാണ്. അവളുടെ തന്നെ സ്വന്തം താല്പര്യത്തിലാണ് ഈ അനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്റ്റ് പഠിക്കാനായിട്ട് ഈ ഫീൽഡിലേക്ക് വിട്ടിരിക്കുന്നത്. അല്ലിപ്പോൾ അങ്ങക്ക് 3 കുട്ടികളുണ്ടെന്നാണ് എനിക്കറിയാവുന്നത്. മറ്റു 2 കുട്ടികൾക്ക് ഇതിലൂടെ താല്പര്യമുണ്ടോ? ഈ കലാരംഗത്തേക്ക് അച്ഛന് സപ്പോർട്ടാണോ അതോ? തീർച്ചയായിട്ടും സപ്പോർട്ടാണ്. രണ്ടാമത്തെ മോള് അവൾക്ക് ഡാൻസിനോട് ഭയങ്കര താല്പര്യമുണ്ട്. അവൾ സ്കൂളിൽ ഡാൻസ് പഠിക്കാൻ വിടുന്നില്ല, പക്ഷെ എന്നാൽ അവൾ സ്കൂളിൽ ഒത്തിരി തവണ ഡാൻസ് മത്സരത്തിനല്ല സ്കൂളിലെ ഡാൻസിൽ പങ്കെടുത്തിട്ടുണ്ട്, ഡാൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, നല്ലപോലെ ഡാൻസ് കളിക്കും. മകന് പടം വരയ്ക്കാനുള്ളൊരു ചെറിയ താല്പര്യം കണ്ടുവരുന്നത്, പക്ഷെ അവന് കൂടുതൽ താല്പര്യം അതിനോടല്ല, അവന് കൂടുതൽ താല്പര്യം സയൻസിനോടാണ്. അവനൊരു ഈ സ്പേസ് അങ്ങനെയുള്ള ഈ സയൻസ് മേഖലയോടാണ് അതിന് കൂടുതൽ താല്പര്യം. സാർ, നമ്മൾ ഈ കലാകാരന്മാർ കലാരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതാണ്ട് 3/4 ഭാര്യമാരും നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്, ചിലർ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, ചിലർ നമ്മളൊരു വേദിയിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സീരിയലിലോ ഒരു ഷോർട്ട് ഫിലിമോ നമ്മുടെ മുഖം കാണുമ്പോൾ അഭിമാനമുള്ളവരുമുണ്ട്. അങ്ങയുടെ ഭാര്യയെക്കുറിച്ച് എന്താണ് അങ്ങക്ക് പറയാനുള്ളത്? അതിനെക്കുറിച്ച് കുടുംബകലഹം ഉണ്ടാക്കാനുള്ള പരിപാടിയാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഭാര്യയുടെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്കൊന്നും സാധിക്കത്തില്ല. പ്രത്യേകിച്ചും ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്ന സമയം കുറവുള്ള ഒരാളെ സംബന്ധിച്ചോളം കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലാതെ ഒന്നും മുന്നോട്ട് പോകാനായിട്ട് ഇത്തരം കാര്യങ്ങളിൽ പറ്റത്തില്ല. എൻ്റെ ഭാര്യയുടെ സപ്പോർട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് മാത്രമല്ല എൻ്റെ ഭാര്യയും ഒരു കലാകാരിയാണ്, അത്യാവശ്യം പാട്ട് പാടും. അതുകൊണ്ട് ആ ഒരു കലയോട് അവൾക്കും താല്പര്യമുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഭാര്യയും കലയുമായിട്ട് ബന്ധമുള്ള ആളാണ് അല്ലേ? എന്തായാലും കുടുംബത്തിന്റെ ഫുള്ളായ സപ്പോർട്ട് അങ്ങേക്കുണ്ട്. തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ ഈ രംഗത്ത് ഇപ്പോൾ ഈ റെയിൽവേ ജോലിയും ഇതെല്ലാം കൂടെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. ഇനി മറ്റൊന്ന് ജോലി സംബന്ധമായ കാര്യമാണ്. അങ്ങനെ ലോക്കോ പൈലറ്റ് ആണല്ലോ. അപ്പോൾ ഈ റെയിൽവേ പാളത്തിലൂടെ നീങ്ങുമ്പോൾ പല ആത്മഹത്യകളും പല സംഭവങ്ങളും ഇങ്ങനെ ചിലപ്പോൾ ഈ വാഹനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇടിക്കാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങ് ഓടിച്ചിരുന്ന റെയിൽവേയിൽ അങ്ങനെ വല്ല ദുരന്തം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ധാരാളം ഉണ്ടായിട്ടുണ്ട്.
റൺ ഓവർ എന്നാണ് നമ്മളിതിന് പറഞ്ഞത്, ഈ ആൾക്കാർ ഇടിക്കുന്നതിന് ഹ്യൂമൻ റൺ ഓവർ എന്ന് പറയും. ഈ എനിക്കൊരു ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-30 പേരെങ്കിലും എൻ്റെ വണ്ടിയുടെ മുമ്പിൽപ്പെട്ട് ഈ മരണപ്പെട്ട ഹതഭാഗ്യരുണ്ട്. അതിനകത്ത് ആത്മഹത്യയുണ്ട്, അബദ്ധത്തിൽ പെട്ട് 2-3 കേസുകളുണ്ട്, കൂടുതലും ആത്മഹത്യകളാണ്. അങ്ങനെ ഒരു 30-32 ഉണ്ടാകും. അതിൽ തന്നെ നമ്മളെ വളരെയധികം വേദനിപ്പിച്ച കുറേ ഇതുണ്ട്. തിരുവല്ല സ്റ്റേഷന് തൊട്ട് മുന്നേ ചെങ്ങന്നൂരിൽ നിന്ന് തിരുവല്ലയ്ക്ക് വരുമ്പോൾ ഒരു പ്രായമുള്ള ഒരാളാണ് ട്രാക്കിലൂടെ മുന്നേ നടക്കുന്നു. അപ്പം ഓണടിച്ചിട്ടും ആൾ മാറുന്നില്ല. അപ്പം ആൾ മാറാത്തപ്പോഴാണ് നമുക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി. ആദ്യം ഞങ്ങൾ സൂയിസൈഡ് ചെയ്യാൻ വന്നതെന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് ഇയാൾ എന്തോ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പുള്ളി പക്ഷേ രക്ഷപ്പെടാൻ പറ്റില്ല. ബ്രേക്ക് ചെയ്തെങ്കിലും രക്ഷപ്പെടാൻ പറ്റില്ല, അയാൾ ഇടിച്ചു. അതിനുശേഷമാണ് പിന്നീട് പത്രത്തിൽ വാർത്ത കണ്ടപ്പോഴാണ് പുള്ളിക്ക് ചെവിക്ക് കേൾവിക്കുറവുള്ള ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഒത്തിരി കേസുകൾ അതേപോലുള്ള ഉണ്ട്. കുമ്പളം പാലത്തിൽ വെച്ചിട്ട് ഒരു തിരുവോണത്തിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഞാൻ ഓണസദ്യം കഴിച്ച് ആലപ്പി ചെന്നൈ വണ്ടി വർക്ക് ചെയ്ത് പോകുമ്പം കുമ്പളം പാലത്തിൽ ഇതേപോലെ ഒരാൾ അയാൾ തട്ടിയിട്ട് ബോഡി പോലും കിട്ടിയിട്ടില്ല. അത് നേരെ കായലിലേക്ക് പോയി. പിന്നീട് അങ്ങനെ അറിഞ്ഞത് ആ ശരീരം പോലും കിട്ടിയില്ല. കരഞ്ഞ് കുമ്പളം കായലിൽ വീണ് കഴിഞ്ഞാൽ ഭയങ്കര അടിയൊഴുക്കാണ്, ബോഡി കിട്ടാൻ വലിയ പാടാണ്. അതേപോലുള്ള കുറച്ച് നമ്മൾ വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ ഞാൻ ലെവൽ ക്രോസിൽ 2 ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പുന്നപ്പുറയിൽ കായംകുളം പാസഞ്ചർ വരുമ്പോൾ ഒരു കാറിൽ തട്ടിയിട്ട് ഒരു സ്ത്രീ മരണപ്പെടുകയുണ്ടായി. അവർ എൻ്റെ വീടിൻ്റെ അടുത്ത് തട്ടുകട നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. നമ്മൾ ദിവസവും കാണുന്ന ഇതായിരുന്നു. അതൊക്കെ വളരെ നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, സംഭവങ്ങൾ. അന്ന് ഞാനാണ് കാറിൽ തട്ടിയിട്ട് ഞാൻ സന്ധ്യാസമയമാണ്, ഞാൻ ടോർച്ചുമായിട്ട് ഞാനവിടെ ആക്സിഡൻറ്റ് സ്പോട്ടിൽ ചെല്ലുമ്പം ഇവരെ ആംബുലൻസിലേക്ക് കയറ്റി. അപ്പം ഈ മരിച്ചുപോയ സ്ത്രീയുടെ ഭർത്താവുണ്ട്, അവിടെ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞുണ്ടെന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ എന്ന് പറഞ്ഞാൽ എൻ്റെ പറഞ്ഞു സാറേ ടോർച്ചൊന്നും അടിച്ചതെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ടോർച്ച് അടിക്കുമ്പം ഈ സബ്സ്റ്റേഷൻ്റെ മതിലോട് ചേർന്നൊരു കുഴിയുണ്ട്, കുഴിയിലൊരു കുഞ്ഞ് കിടപ്പുണ്ട്. ഞാനാണ് കുഞ്ഞിനെ പൊക്കിയെടുക്കുന്നത്. എൻ്റെ മോക്കും ഏകദേശം അതേ പ്രായമാണ്. കുഞ്ഞ് രക്ഷപ്പെട്ടു, ഈ സ്ത്രീ മാത്രമാണ് മരണപ്പെട്ടത്. അങ്ങനെ അതൊക്കെ നമ്മൾ വളരെയധികം നമ്മുടെ സർവീസിൽ മറക്കാനാകാത്ത കാര്യങ്ങളാണ്. അതെല്ലാം ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങളുണ്ട്. അത് ഇത്തരം അനുഭവങ്ങളില്ലാത്ത ലോക്കോ പൈലറ്റുമാരില്ല. എല്ലാ ലോക്കോ പൈലറ്റുമാർക്കും എല്ലാവർക്കും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ആത്മഹത്യ ചെയ്യാൻ വരുന്നവര് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആത്മഹത്യ ചെയ്യാൻ വരുന്നവരെ കുറിച്ച് നമുക്കൊരു വേദനയില്ല. അവരവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ വന്ന ആൾക്കാരാണ്. പക്ഷേ ഈ അബദ്ധത്തിൽപ്പെടുന്ന 2 കേസുകളുണ്ട്. ഒരു ചെറുപ്പക്കാരൻ എറണാകുളത്ത് വെച്ച് തന്നെ ഈ ഫോൺ ചെയ്ത ട്രാക്കിൽ കൂടെ നടന്നിട്ട് എൻ്റെ വണ്ടിയുടെ മുമ്പിൽ പെട്ടിട്ടുണ്ട്. ആ അവസാന നിമിഷം തിരിഞ്ഞു നോക്കുമ്പോഴുള്ള അവരുടെ ആ മുഖമുണ്ടല്ലോ, ആ കണ്ണുകളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കത് മറക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ആ മുഖവും അവരുടെ ആ കണ്ണുകളൊന്നും നമ്മൾ മറക്കത്തില്ല. പെട്ടെന്ന് പെട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. എന്തായാലും റെയിൽവേയിൽ നമുക്ക് തിരികെ കലാരംഗത്തേക്ക് വീണ്ടും വരാം. പേടിച്ചു പോയോ? കാരണം ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെ മനസ്സിന് വലിയ വേവലാതിയാണ്. അപ്പോൾ അങ്ങയുടെ മനസ്സ് എത്രത്തോളം ഓരോ സംഭവങ്ങൾ ഉണ്ടാകും വേദനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒരു കാര്യം കൂടെ പറയാം. റെയിൽവേയിൽ ട്രെയിനിങ്ങിന് കയറി ട്രെയിനിങ് പീരീഡാണ്. അതായത് ട്രെയിനിങ് കഴിഞ്ഞിട്ടില്ല. ഈ ട്രെയിനിങ് പീരീഡിൽ ഞങ്ങൾ വണ്ടിയിൽ ഹാൻഡ്ലിംഗ് എന്ന് പറയും, വണ്ടിയിലേക്ക് വിടുകയാണ്. ആ വണ്ടിയിലേക്ക് വിട്ട് അതിൽ തന്നെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ പാലക്കാട് നിന്ന് പൊള്ളാച്ചിക്കുള്ള മീറ്റർ ഗേജ് ലൈനാണ്. പാലക്കാട് നിന്ന് പൊള്ളാച്ചിക്കുള്ള മീറ്റർ ഗേജ് ലൈനിൽ ഞാൻ ട്രെയിനിങ് എടുത്തതിന് പോകുമ്പം മീനാക്ഷിപുരം സ്റ്റേഷനിൽ വെച്ചിട്ട് പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന ഒരു പ്രായമുള്ള ഒരു സ്ത്രീ, ഒരു വൃത്തിയാണ്. അവർ പെട്ടെന്ന് പഴയ മുമ്പിലേക്ക് എടുത്ത് ചാടി. ആലോചിച്ച് നോക്കണം, റെയിൽവേ കയറി ഒരു 3-4 മാസം ആയിട്ടുള്ളൂ, ട്രെയിനിങ് പീരീഡിലാണ്. നമ്മൾ ഇവരെ വണ്ടി ഇടിച്ചിട്ട് ഇവർ എഞ്ചിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. അവർ പുറത്തെടുക്കാനായിട്ട് പറ്റാതെ അവസാനം ട്രെയിൻ പുറകോട്ട് നീക്കിയിട്ട് ഇവർ മരിച്ചിട്ടില്ല. ഒരു അർത്ഥപ്രാണനോട് കിടന്ന് പിടയ്ക്കുന്ന അതൊന്ന് ആലോചിച്ച് നോക്കുക. റെയിൽവേ കയറിയിട്ട് വെറും 3 മാസം. അന്ന് എനിക്ക് 21 വയസ്സിനടുത്തേ ഉള്ളൂ പ്രായം. അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ദിവസങ്ങളോളം നമ്മളെ വേട്ടയാടിയ കാര്യങ്ങളാണ്, സംഭവങ്ങളാണ് അതെല്ലാം. അപ്പോൾ ഇന്നെ കലാരംഗത്ത് ഇനി പുതിയ ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ പുതിയ സീരിയലോ സിനിമയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഒരു 1 ഗ്രാം എന്ന് പറഞ്ഞാൽ വേണുഗോപാൽ അമ്പലപ്പുഴയുടെ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ 1 ഗ്രാം എന്ന് പറയുന്നൊരു എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം വേറെ 2 സ്ക്രിപ്റ്റും കൂടെ മനസ്സിലുണ്ട്. ഒരു പോലീസ് സ്റ്റോറി ഉണ്ട്, പിന്നെ ഒരു മലബാറിൻ്റെ പശ്ചാത്തലത്തിലൊരു ഇതുണ്ട്, പിന്നെ അച്ഛൻ്റെ മകൾ എന്ന് നേരത്തെ അനൗൺസ് ചെയ്ത കാർത്തികിൻ്റെ സ്ക്രിപ്റ്റിലുള്ളൊരു പ്രൊജക്റ്റുണ്ട്. അങ്ങനെ 3-4 പ്രൊജക്റ്റ്
ഉണ്ട്, ഒക്കെ ചെയ്യണം. ചെയ്യണമെന്നുള്ളതാണ്. ഈ കലാരംഗത്ത് നിന്ന് എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് തിക്താനുഭവങ്ങളൊന്നും കലാരംഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മളൊരു കലാകാരൻ ചെന്ന് അവിടെ പിടിച്ചു കയറാണ്ട് നോക്കുമ്പോൾ പല 4 വശത്തു നിന്നും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളെ ഔട്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം, കാര്യം ഞാനങ്ങനെ പിടിച്ചു കയറാനൊന്നും ശ്രമിച്ചിട്ടില്ല. നമ്മളിങ്ങനെ ഒരു ഒഴുക്കിൽ ഒരു ഓളത്തിൽ ഇങ്ങനെ അങ്ങ് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു കയറണമെന്നോ അങ്ങനെയുള്ളൊരു ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ആരും എന്നെ വലിച്ച് താഴെയിടുന്ന ഒരു ഫീലിങ്ങോ അല്ലെങ്കിൽ എന്നെ തടയുന്ന ഒരു ഫീലിങ്ങോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുണ്ടാകാത്തത് റെയിൽവേയുടെ സപ്പോർട്ടല്ലേ ആ കലാരംഗത്തെ? എനിക്കറിയാം, അങ്ങനെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം റെയിൽവേയുടെ സപ്പോർട്ടൊന്നും ഇല്ല. നമ്മുടെ റെയിൽവേയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മ. എനിക്ക് റെയിൽവേയിൽ മാത്രം കലാകാരന്മാർ മാത്രമല്ല സുഹൃത്തുക്കളായിട്ടുള്ളത്. റെയിൽവേക്ക് പുറത്തുള്ള ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ഈ കലാരംഗത്തുള്ള. ജയം പ്രസാദ്, സ്റ്റുഡിയോ ജയം പ്രസാദ് ഉണ്ട്. പിന്നെ വിഷ്ണു, എഡിറ്റിങ് വിഷ്ണു, നമ്മുടെ ക്യാമറാമാൻ അനീഷ്, ശിവ സ്റ്റുഡിയോ അനീഷ്, ഇങ്ങനെ ഈ റെയിൽവേ കാർത്തിക്, നേരത്തെ പറഞ്ഞ കാർത്തിക്, ഇവരൊന്നും റെയിൽവേയിലുള്ള സുഹൃത്തുക്കളല്ല. ഉണ്ണികൃഷ്ണൻ, തകഴി ഉണ്ണികൃഷ്ണന്, അങ്ങനെ സന്തോഷേട്ടൻ, തകഴി സന്തോഷേട്ടന്, പ്രവീൺ തകഴി, മണ്ണാടി രഘു മണ്ണാടി ചേട്ടന്, നമ്മുടെ പുന്നപ്ര പച്ചൻ ചേട്ടൻ 1500-1500-ലേറെ മലയാള സിനിമകൾ അഭിനയിച്ച. ഇപ്പൊ എനിക്ക് തോന്നുന്നത് മധുസാറും ഷീലാമയും ഈ പുന്നപ്ര പച്ചനൊക്കെയാണ് മലയാള സിനിമയിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾക്കാരെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും സീനിയറുള്ള പുന്നപ്ര പച്ചൻ ചേട്ടനൊക്കെ നമുക്ക് വളരെ ചങ്ക് പോലെയുള്ള സുഹൃത്തുക്കളാണ് അദ്ദേഹമൊക്കെ. ആര്യാട് ഭാർഗവൻ സാറ് ഒരു ഗുരുതുല്യനായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ് ആര്യാട് ഭാർഗവൻ സാറ്. അപ്പം ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. ആലപ്പി ഋഷിയണ്ണനൊക്കെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഗുരുതുല്യനായിട്ട് കാണുന്ന ആളാണ്. വിജയ ചേട്ടൻ, അദ്ദേഹം നമ്മുടെ നാട്ടിൽ അറിയപ്പെടാതെ പോയൊരു മഹാനായ ഒരു കലാകാരനാണ് ഈ വിജയ നളത. ഒരു വർഷം അദ്ദേഹം നെഹ്റു ട്രോഫിയുടെ തീം സോങ് അത് എഴുതിയിട്ടുണ്ട്. കാർത്തികേയ എന്ന് പറഞ്ഞ പോലെ അത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 മലയാള ചിത്രങ്ങൾക്ക് അദ്ദേഹം ഗാനം എഴുതിയിട്ടുണ്ട്. അത് സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുണ്ട് അതിനകത്ത്. പിന്നെ ഈ ഗോവൻ മലയാളി അസോസിയേഷനിലൊക്കെ അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ്. ഒത്തിരി അത് എഴുതുകയും പാട്ടുകൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. വിജയ നളന്ദ ചേട്ടൻ എൻ്റെ അയൽക്കാരനാണ്. ഏറ്റവും അടുത്ത ഒരു ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഗുരുതുല്യമാരിൽ കാണുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പം റെയിൽവേയിൽ മാത്രമല്ല, റെയിൽവേക്ക് പുറത്തും ഇതേപോലെ ഒത്തിരി കലാകാരന്മാരുമായിട്ട് ഒക്കെ അടുപ്പമുണ്ട്, സ്നേഹബന്ധമുണ്ട്, സുഹൃത്ത് ബന്ധമുണ്ട്, വളരെ അടുപ്പമുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, നാടകം മുതൽ ഷോർട്ട് ഫിലിം, സീരിയൽ, ഇവിടെ വരുത്തി ഒരു സിനിമ ചെയ്യണമെന്ന് താല്പര്യമില്ലേ? സിനിമ ചെയ്യണമെന്ന് താല്പര്യമില്ലാത്തവരുണ്ടാവില്ലല്ലോ. പക്ഷെ അങ്ങനെ സിനിമ ചെയ്യണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹമൊന്നുമില്ല. സിനിമ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിന് പറ്റിയ ഒരു അവസരം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വേണ്ടാന്ന് വെക്കത്തില്ല. അപ്പോൾ നാടകങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ചില പ്രശ്നങ്ങൾ സ്കൂളിലാണോ കോളേജിലാണോ ഉണ്ടായെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. ഞാൻ കാർമൽ പോളിടെക്നിക്കിൽ പഠിക്കുമ്പം ഞങ്ങളൊരു നാടകം അവതരിപ്പിച്ചിരുന്നു. നീർക്കുന്നം അനിൽകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു നാടകമാണ്. ഗുജറാത്ത് ഭൂകമ്പത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള നാടകമായിരുന്നു. വളരെ ഗംഭീരമായൊരു നാടകമാണ്. ഈ നാടകം അവതരിപ്പിക്കാൻ വന്നപ്പം ഈ സംവിധായകനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടെ ക്യാമ്പസിലേക്ക് വന്നിരുന്നു. അന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു, കാർമൽ പോളിടെക്നിക്കിനെ കുറിച്ച് അറിയാമല്ലോ, അതും ഉഗ്രപ്രതാപിയായ ബാലൻ സാർ പ്രിൻസിപ്പളായിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ പുറത്തുനിന്ന് ആരെയും ക്യാമ്പസിലോട്ട് കയറ്റത്തില്ല. അപ്പോൾ ഇവരോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ അവതരിപ്പിച്ചോളാം, നിങ്ങൾ പുറത്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കാതെ ഇവർ ഒരു 10-12 പേരെല്ലാം ഒരു ക്യാമ്പസിലോട്ട് കയറി ഞങ്ങൾ നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ഭംഗിയായിട്ട് നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കർട്ടൻ വീഴുകയാണ് ചെയ്യുന്നത്. കർട്ടൻ വീഴുന്നു, കൂട്ടുകാർ അനൗൺസ്മെൻറ്റ്, ദിസ് ഡ്രാമ ഈസ് ഡിസ്ക്വാളിഫൈഡ്. അപ്പം ഞങ്ങൾക്കെല്ലാം വളരെ ഷോക്കായി. അപ്പം ഈ നാടകത്തിൽ അഭിനയിക്കുന്ന ഞങ്ങൾ കഥാപാത്രങ്ങളെല്ലാം വേദിയിലുണ്ട്. എല്ലാവരും വേദിയിൽ നിൽക്കുന്നൊരു സമയമാണ്. ഭയങ്കരമായിട്ടങ്ങ് ഷോക്കായിപ്പോയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കരഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ കർട്ടൻ താഴെയിട്ടവൻ്റെ നേരെ എന്താണോ കർട്ടൻ താഴെയിട്ടൊക്കെ ചെയ്യുമ്പോൾ അവൻ കൈ കൊണ്ട് കാണിച്ചു പ്രിൻസിപ്പളോ പ്രതിക്കുന്നു. അപ്പം ഞങ്ങളെല്ലാം കൂടെ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പ്രിൻസിപ്പാൾ ചെല്ലുമ്പോൾ അദ്ദേഹം നടന്ന് റൂമിലോട്ട് പോയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കരഞ്ഞുകൊണ്ടാണ് പ്രിൻസിപ്പാളിൻ്റെ പുറകെ ഓടി അദ്ദേഹത്തിൻ്റെ ചേമ്പറിൽ കയറി കരഞ്ഞ് കാല് പിടിച്ചു. അദ്ദേഹം സമ്മതിച്ചില്ല. നാടകം തുടരേണ്ടതെന്നുള്ള ആ ഒരു വാശിയിൽ തന്നെ നാടകം അതോടെ പിന്നെ തുടർന്ന് അവതരിപ്പിക്കാൻ പറ്റിയില്ല. പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത് ഈ സംവിധായകൻ ഈ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ കൂടെ മുറുക്കി ഇങ്ങനെ വന്ന് പ്രിൻസിപ്പാളിൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ നീട്ടി മുറുക്കി തുപ്പിയപ്പോൾ പ്രിൻസിപ്പാൾ ചോദിച്ചു ഹൂ ആർ യു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ തിരിച്ചു വെച്ചു ഹൂ ആർ യു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു
ഐ എം ദ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു. ഇപ്പം ഇദ്ദേഹം പറഞ്ഞു ഐ എം ദ ഡയറക്ടർ എന്ന് പറഞ്ഞു. ഇത്രേ സംഭവിച്ചുള്ളൂ. ഒപ്പം തന്നെ വാലൻ സാർ വന്നിട്ട് കർട്ടൻ പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി ഇപ്പൊ ഏകദേശം പെൻഷൻ പറ്റാറൊക്കെ ആയല്ലോ അല്ലേ? ഇല്ല, പെൻഷൻ പറ്റാനൊന്നും ആയില്ല. അപ്പൊ ഇനിയിപ്പോ ഈ കലാരംഗത്തേക്ക് ഇനി എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെയൊന്നും പുതുമയാർന്ന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അങ്ങനെയൊന്നും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു ഓളത്തിനൊക്കെ അങ്ങ് പോകുന്നു എന്നുള്ളൂ. ഇപ്പൊ ഇവര് 3-4 ഷോർട്ട് ഫിലിമുകളുടെ നല്ല സ്റ്റോറി കയ്യിലുണ്ട്, സ്ക്രിപ്റ്റായി വരുന്നു. അപ്പം അതെല്ലാം ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്നെങ്കിലും ഒരു സിനിമ ചെയ്യാനൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ, ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ പിന്നെ പുതുമയുടെ കാര്യം പറഞ്ഞ ഈ ചെയ്യുന്നതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പുതുമ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു സന്ദേശം കൊണ്ടുവരണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്തത് PK ഉദയപ്രഭൻ സാറിൻ്റെ തിരക്കഥയിലുള്ള ഷോർട്ട് ഫിലിമായിരുന്നു. അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ഒരു മാനസികമായി തകർന്നിരിക്കുന്ന ഒരാളെ നമ്മളുടെ സമൂഹം വീണ്ടും അയാളെ സരസ്വജൻ അതിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതാണല്ലോ. അപ്പം അയാളെ വീണ്ടും സമൂഹം ഇതാക്കുന്ന, അയാളെ കളിയാക്കിക്കൊണ്ട് അയാളെ ഇല്ലാതാക്കുന്ന, എന്താ അരവട്ടനെ മുഴുവട്ടനാക്കുന്ന ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഇതാണ് അതിനകത്ത് ചിത്രീകരിച്ചിരുന്നത്. രണ്ടാമത് ഞാൻ ചെയ്തത് നമ്മുടെ സജീവ് സത്കമയുടെ തിരക്കഥയിൽ ചെയ്ത ഹൃദന്തം. അതിന് സജീവ് സത്കമയ്ക്ക് മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഒരാളുടെ ഡിപ്രഷൻ ബാധിക്കുന്ന ഒരാളെ അയാൾ അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടി സുഹൃത്തുക്കളെ സമീപിക്കുന്നതും, എന്നാൽ ഇയാൾ പറയുന്നതൊന്നും കേൾക്കാൻ സുഹൃത്തുക്കൾ തയ്യാറാകാതെ വരുന്ന അദ്ദേഹം അവസാനം ഇയാൾ ആത്മഹത്യയിൽ അഭയം തേടുന്നതുമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി നടക്കുന്ന ഒരു ഇതാണ്. അതാണ് ഞാൻ രണ്ടാമത് ചെയ്ത ഹൃദന്തം. മൂന്നാമത് ചെയ്ത ആദ്യം ചെയ്ത കള്ളക്കത്തുകൾ, രണ്ടാമത് ഹൃദന്തം, മൂന്നാമത് ചെയ്തത് ലിവിൻ ടൂതർ കാർത്തികിൻ്റെ സ്ക്രിപ്റ്റിൽ. അതിലും ഒരു സന്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടിരുന്ന ആത്മഹത്യ എന്നൊരു പരിഹാരമല്ല എന്നുള്ള, അതേപോലെ ഒരു മനുഷ്യസ്നേഹം, സ്വന്തം മകൻ ലിവിൻ ടൂതറായിട്ട് കൊണ്ടിരുന്ന കുട്ടിയെ അവസാനം ഉപേക്ഷിക്കുമ്പോൾ ആ മകൻ്റെ അച്ഛൻ തന്നെ പോയി അവരെ തിരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു ഇത് വരുന്നത്. അതൊരു യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ചെയ്ത വർക്കുകൾ എല്ലാത്തിലും നല്ല നല്ല സന്ദേശം ഉൾക്കൊള്ളുന്ന ഉണ്ട്. അതിജീവിതയിൽ ഇപ്പം നടക്കുന്ന സൈബർ അറ്റാക്ക്, ഈ സൈബർ അറ്റാക്കിനെ ഒരു പെൺകുട്ടി എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് അതിജീവിതയിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത വിഷപ്പല്ല് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ വർഗീയത എന്ന് പറഞ്ഞൊരു വിഷപ്പല്ലിനെ ഈ നമ്മളെപ്പോഴും പറയും മറ്റേ ചെറുപ്പക്കാർ പുരോഗമനവാദികളാണെന്നും പ്രായമുള്ളവരാണ് ഈ മതഭ്രാന്തന്മാരെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അതിന് തിരിച്ചാണ്. അതിൽ ചെറുപ്പക്കാരാണ് മതഭ്രാന്തന്മാരായിട്ട് പോകുന്നത്. ഈ 2 ചെറുപ്പക്കാരുടെ അച്ഛന്മാർ ഇതിനെതിരെ ചിന്തിക്കുകയും അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ വിഷപ്പല്ല് തല്ലിപ്പൊടിക്കുന്ന, അല്ലെങ്കിൽ വിഷപ്പാമ്പിനെ തീയിലിട്ട് ചുട്ട്, വർഗീയത എന്ന് പറയുന്ന വിഷപ്പാമ്പിനെ തീയിലിട്ട് ചുട്ട് അവരൊരു പുതിയ സമൂഹത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു ഇതാണ് വിഷപ്പല്ലിൽ ചേരുള്ള. അതുപോലെ ഇപ്പം 1 ഗ്രാമിൽ ഈ മയക്കുമരുന്നിനെതിരെയാണ് ഇന്ന് നമ്മുടെ സമൂഹം, നമ്മുടെ ചെറുപ്പക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കെമിക്കൽ ഡ്രഗ് എന്ന് പറയുന്നത്. നമുക്കറിയത്തില്ല. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചിലപ്പോൾ നമ്മളോട് ചേർന്നിരിക്കുന്ന കുട്ടികൾ പോലും ഈ ഡ്രഗ് ഉപയോഗിക്കുന്നവരാ. നമുക്ക് തിരിച്ചറിയാൻ ഒരു മാർഗ്ഗമില്ല, പറ്റില്ല. അവരെ കണ്ടാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മളുടെ തൊട്ട് കൺമുന്നിൽ തന്നെ ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാരുണ്ട്, നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ അതാണ് 1 ഗ്രാമിൽ കൂടെ ഞങ്ങൾ ചിത്രീകരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിനകത്തെല്ലാം ഒരു സമൂഹത്തിനൊരു സന്ദേശം കൊടുക്കണം. വെറുതെ ഒരെണ്ണം എടുത്ത് പോയാൽ പോരാന്നൊരു ചിന്ത ഉണ്ട്. പിന്നെ അടുത്ത് ചെയ്യാൻ പോകുന്നതിനകത്തും അതേപോലെയൊക്കെ തന്നെ ആണ്. എന്തായാലും ഇപ്പോൾ താങ്കൾ സംവിധാനം ചെയ്യുകയും അല്ലെ തിരക്കഥ എഴുതുകയും ചെയ്ത ഓരോ ഷോർട്ട് ഫിലിമിലും അതിൻ്റെതായ പ്രത്യേക ഓരോ മനസ്സിലാക്കാവുന്ന സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവമാണല്ലേ? അപ്പൊ ഇനി ഈ കലാരംഗത്ത് നിന്ന് ഇപ്പോൾ സിനിമ കൈ കിട്ടിയ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഫാമിലിയെ കൂടെ നമുക്ക് പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തണ്ടേ? തീർച്ചയായിട്ടും. ഫാമിലി, വൈഫിൻ്റെ പേര് സ്മിത, വള്ളികുന്നമാണ് സ്വദേശം, ഓച്ചിറയ്ക്ക് കിഴക്ക്. 3 കുട്ടികൾ. മൂത്ത മോള് അമീഷ ചങ്ങനാശ്ശേരി സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ BA അനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്റ്റ് പഠിക്കുന്നു, 2ാം വർഷം പഠിക്കുന്നു. രണ്ടാമത്തെ മകൾ അനാമിക പുന്നമ്പ്ര സെൻറ്റ് അലോഷ്യസ് സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തെ മകൻ അഖിലേശ്വർ സെൻറ്റ് അലോഷ്യസ് തന്നെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ഒരു സഹോദരൻ രതീഷ് കുമാർ PNG കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഒരു സഹോദരി ശ്രീകല എറണാകുളത്ത് കൊച്ചിൻ പെറ്റ് ഹോസ്പിറ്റലിൽ മാനേജറാണ്. ഇതാണ് കുടുംബം.
ഇതാണ് കുടുംബം. അപ്പൊ ഇനിയിപ്പോ അങ്ങയുടെ ഈ നാടകരംഗം, സീരിയൽ രംഗം, സിനിമാ രംഗം ഇതെല്ലാം പ്രേക്ഷകർ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോ താങ്കളുടെ ഇതുവരെയുള്ള കലാജീവിതത്തിൽ നിന്നും നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് സംസാരിക്കാനുള്ളത്? കലാരംഗത്ത് പ്രേക്ഷകരോട് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ നല്ലതിനെ സ്വീകരിക്കുക, ചീത്തതിനെ തള്ളിക്കളയുക. ഇപ്പം ഉദാഹരണം പറയാം, ആവേശം എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു സിനിമയായിരുന്നു ഈ ആവേശം. പക്ഷേ ഈ ആവേശം എന്ന് പറയുന്ന സിനിമയിലുള്ള ഈ അതിനകത്തുള്ള ഈ ചില കാര്യങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട്, ഇപ്പം നമ്മൾ പറയാം, നമ്മൾ പത്രത്തിലൊക്കെ ഉണ്ടല്ലോ, ഗുണ്ടാത്തലവന്മാർ പാർട്ടി നടത്തുന്ന ആവേശം മോഡൽ പാർട്ടി എന്നൊക്കെ പറയുന്നത്. അതുപോലെ ദൃശ്യം സിനിമ, ആ ദൃശ്യം സിനിമ കണ്ടിട്ട് അതിനകത്ത് ദൃശ്യം മോഡൽ കൊലപാതകം, അതിനുശേഷം നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഇതാണ്, ഒത്തിരി തവണയായിട്ടുണ്ട് ദൃശ്യം മോഡൽ കൊലപാതകം. അപ്പം അങ്ങനെയുള്ളതിലൂടെ പോകാതെ എല്ലാ കലാരൂപത്തിനകത്തുള്ള നന്മകൾ സ്വീകരിക്കാൻ ശ്രമിക്കുക. അതേപോലെ കലാകാരന്മാരെല്ലാം മോശക്കാരാണെന്നുള്ളൊരു അഭിപ്രായം ഒഴിവാക്കുക. എല്ലാത്തിലും നല്ലതുമുണ്ട്, ചീത്തയുണ്ട്. അല്ലാതെ ഈ എല്ലാവരെയും അടച്ച് ഒരു തരക്കാരാണ് എന്ന് കാണുന്ന അതൊരു നല്ല കാര്യമല്ല. എല്ലാത്തിലും ഉണ്ട്, എല്ലാ രംഗത്തുണ്ട്. കലാരംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തും നല്ലൊരു ചീത്തവരുണ്ട്. അതേപോലെ തന്നെയാണ് കലാരംഗത്തും ഉള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് നാം പരിചയപ്പെട്ടത് റെയിൽവേ ലോക്കോ പൈലറ്റും കഥാകൃത്തും സംവിധായകനും അഭിനേതാവുമായ ശ്രീ ഗോപകുമാർ അമ്പലപ്പുഴ അവരുകളാണ്. അദ്ദേഹത്തിൻ്റെ റെയിൽവേ ജീവിതത്തിലുള്ള സംഭവങ്ങളും കലാരംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുകയാണ്. ഇനിയും ഇത്തരം വ്യക്തികളുമായി ഇനിയും ഞങ്ങൾ സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനൽ എത്തിച്ചേരും. ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഇതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം. നന്ദി, നമസ്കാരം. നമസ്കാരം.